റുഖിയ ശർഇയ്യ എന്നാൽ എന്താണ്, ഏത് തരം റുഖിയ ശർഇയ്യയാണ് എതിർക്കുന്നത് എന്നതിനെ കുറിച്ച് ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തോട് അകന്ന് ഈ വിശ്വാസമുള്ള ആളുകളോടൊപ്പം കൂടിയ ഹുസൈൻ സലഫി തന്നെ പറയുന്നത് നമ്മൾ കേൾക്കുക. അദ്ദേഹത്തിന് ആ ക്ലിപ്പ് ഇടുന്നതിന് മുമ്പ് ഒരു വാക്ക്, ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദാണ് അദ്ദേഹം, അദ്ദേഹത്തോട് ഗുരുനാഥൻ എന്ന മുഴുവൻ ബഹുമാനവും വെച്ചുകൊണ്ട് തന്നെ തിരൂരിൽ പ്രസംഗിക്കാൻ നിൽക്കാൻ അദ്ദേഹം. പല സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരിപാടികളുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ സംഘടിപ്പിച്ച പ്രഭാഷണ പരിപാടിയിൽ വിഷയത്തെ സംബന്ധിച്ച് കാമ എന്നൊരക്ഷരം മിണ്ടാൻ അദ്ദേഹം തയ്യാറായില്ല. താങ്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾ വാ തുറക്കണം, വിഷയത്തെക്കുറിച്ച് പറയണം. ജിന്നുകളോടുള്ള സഹായ ചോദ്യം അത് ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമുമായ ജിന്നിനോട് ലാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്നാണ് താങ്കൾക്ക് സ്റ്റേജ് ഒരുക്കിയ, താങ്കൾക്ക് വേദി ഒരുക്കിയ, താങ്കൾക്ക് വേണ്ടി അല്ലാഹു അക്ബർ എന്ന് വിളിച്ച ആളുകൾ വിശ്വസിക്കുന്നത്, പ്രചരിപ്പിക്കുന്നത്, ആളുകൾക്കിടയിൽ പറഞ്ഞു നടക്കുന്നത്. അത് ഇസ്ലാമികമായി പ്രമാണബന്ധിതമായി ശരിയോ തെറ്റോ, ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി, താങ്കൾ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, താങ്കൾ അനുകൂലിക്കുന്നവർ ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ താങ്കൾ വ്യക്തമാക്കണം തിരൂര് വെച്ച് നടക്കുന്ന പരിപാടിയിൽ. അതല്ലാതെ ജമിയത്തുൽ ഉലമന്റെ ഈ പുസ്തകം ഇങ്ങനെ എടുത്തിട്ട് ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളും മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല എന്ന് പറഞ്ഞാ പോരാ. മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. അങ്ങനെ വാദല്ലോലാണ് ഞങ്ങൾ നീക്കിയത്. ഇനി വാദല്ലോലങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? അവ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആരുമില്ല. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദി അനർഹമായി ഉപയോഗപ്പെടുത്തിയവർ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേര് അനർഹമായി ഉപയോഗപ്പെടുത്തിയവർ, ഒരു വ്യാഴവട്ടക്കാലം മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി സംസാരിച്ചിരുന്നവർ, ആ പ്രസ്ഥാനത്തിന്റെ വിശ്വാസം വിട്ട്, ആ പ്രസ്ഥാനത്തിന്റെ ആദർശം വിട്ട്, പ്രമാണത്തിന്റെ പിൻബലമില്ലാതെ അന്ധവിശ്വാസത്തിലേക്ക് പോയിരിക്കുന്നു. അതിനെക്കുറിച്ച് ബഹുമാന്യനായ എന്റെ ഉസ്താദിന് എന്ത് പറയാനുണ്ട് എന്ന് വ്യക്തമാക്കണം. സമ്മേളനവേദിയിൽ അദ്ദേഹം പറഞ്ഞു, യാ ഇബാദുള്ള ചർച്ച ചെയ്യാൻ ഗൾഫിക്ക് പോകണം. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ഹദീസ് ദഈഫാണ്, അതോടുകൂടി തന്നെ അതിനെക്കുറിച്ചുള്ള സംസാരം വേണ്ട. പിന്നെ ആകെ ഈ മുസ്ലിയാക്കന്മാര് അല്ലാത്തവരെ വിളിച്ചു തേടാൻ, പുത്തമ്പള്ളി വലിയനെയോ അല്ലെങ്കിൽ ആരെ വിളിച്ചു തേടാനും ഞങ്ങളെടുത്ത് തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവര് കൊണ്ടുവരും ഒരു ദുർബല ഹദീസ്. യാ ഇബാദല്ലാഹ് ഈനൂനി, അല്ലാഹുവിന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണേ. ദുർബലമായ ഹദീസാണ്. അതിലെ വാർത്താനം മുജാഹിദീങ്ങൾ അവിടെ തന്നെ നിർത്തും. ദുർബലമായ ഒരു സംഗതിയെ പറ്റി നമുക്ക് എന്താ ചർച്ച ചെയ്യുള്ളത്? നമുക്ക് വിജനപ്രദേശത്തും ഏത് പ്രദേശത്ത് പോയാലും എവിടെ അകപ്പെട്ടാലും അല്ലാഹ് എന്നല്ലാതെ യാ ഇബാദല്ലാഹ് ഇല്ല, ഇതിനൊരു വിളിയില്ല. മുൻഗാമികൾ ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഒരു സഹിയാന്ന് വിചാരിച്ച് ചെയ്തെങ്കിൽ അവരവരുടെ കാര്യം കൊണ്ട് പോയിക്കോട്ടെ. അവർ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മളാരും അതിന്റെ പിന്നാലെ കൂടണ്ട. നമുക്കത് ഹദീസ് സഹിയല്ല, അതിൽ പറയുന്ന ആശയം സഹിയല്ല. പിന്നെ നമ്മളത് ചെയ്താൽ വലിയ അപകടത്തിലേക്കും അബദ്ധത്തിലേക്കും ചെന്നു ചാടും. എന്നാൽ ആ സമ്മേളന ദിവസം സ്റ്റേജിൽ നിന്നിറങ്ങിയതിനു ശേഷം ഞാനടക്കമുള്ള നമ്മുടെ ചില പ്രവർത്തകരും ചില നേതാക്കളും അദ്ദേഹത്തോട് ഈ വിഷയ സംബന്ധമായി ചില കാര്യങ്ങൾ സംസാരിക്കണ്ടായി. ആ സംസാരിച്ചപ്പോ അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം എന്റെ ഈ പേരെടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ പേരെടുത്തുകൊണ്ട് പറഞ്ഞു, അല്ല നാസറേ, എനിക്ക് അവരുടെ വിശ്വാസമില്ല. ബഹുമാനപ്പെട്ട ഉസ്താദേ, തിരൂരിൽ വെച്ച് താങ്കൾ പറയണം, താങ്കൾക്കില്ലാത്ത, അവരെക്കുറിച്ചില്ലാത്ത, അവർക്കുണ്ട് എന്നും താങ്കൾക്കില്ല എന്നും പറഞ്ഞ ആ വിശ്വാസം ഏതാണ്? ലോകത്തോട് താങ്കൾ പറയണം. താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയൂല, താങ്കൾ നിഷേധിക്കയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ്. ആ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ല സർ, ഇവിടെ വിഷയം യാ ഇബാദല്ലാഹ് എന്നതല്ലല്ലോ, യാ ഇബാദല്ലാഹ് എന്നതല്ലല്ലോ വിഷയം. ജിന്നിനോട് 4 ശബ്ദത്തോടുകൂടി സഹായം ചോദിച്ചാൽ ശിർക്കാകുമോ ഇല്ലയോ എന്നതല്ല നമുക്കിടയിലുള്ള വിഷയം. ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോ ബഹുമാന്യനായ എന്റെ ഉസ്താദ് ഹുസൈൻ സലഫി പറഞ്ഞ വാക്കാണ്, അല്ല നാസറേ, എനിക്കവരെ വിശ്വാസം ഇല്ല. ഉസ്താദേ, താങ്കൾ പറയണം, അവർക്കുള്ളതും താങ്കൾക്കില്ലാത്തതുമായ വിശ്വാസം ഏതാണ്?
താങ്കൾക്ക് വേദിയൊരുക്കി തരുന്ന, താങ്കൾക്ക് ടിഎയും ഡിഎയും തരുന്ന, ഷാർജയിൽ നിന്ന് ടിക്കറ്റ് തരുന്ന, താങ്കൾക്ക് പ്രസംഗിക്കാൻ അവസരം നൽകുന്ന ആയിരങ്ങളുണ്ട് എന്ന് താങ്കൾ വിചാരിക്കുന്ന ആ സംഘാടകരുണ്ടല്ലോ, അവർ ഇവിടെ പ്രചരിപ്പിക്കുന്ന വാദം അത് വളരെ കൃത്യമാണ്. താങ്കൾ കണ്ണടച്ചുവതുകൊണ്ട് സത്യം സത്യമല്ലാതാവുകയില്ല. താങ്കൾ അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയുടെ സ്ഥാനം അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. താങ്കൾ മനസ്സിലാക്കണം ആരോടൊപ്പമാണ് താങ്കൾ കൂടിയിരിക്കുന്നത്. അതുകൊണ്ട് ജമിയത്തുൽ ഉലമയുടെ പുസ്തകം ഇനി മേലിൽ താങ്കൾ എടുക്കാതിരിക്കുന്നതാണ് ഭംഗി. ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളും മുജാഹിദ് പ്രസ്ഥാനത്തിലില്ല. സഹായം ചോദിക്കൽ തന്നെയാണ് പ്രാർത്ഥന. കാര്യകാരണ ബന്ധത്തിനപ്പുറം സഹായം ചോദിക്കുക എന്നത് തന്നെയാണ് ഇസ്തിഗാസ, അത് തന്നെയാണ് ദുആ, അത് തന്നെയാണ് തേട്ടം. അങ്ങനെ തേടിയാൽ ശിർക്കാവുകയില്ല, ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്നതിന് തുല്യമാണ് തേടിയാൽ പ്രാർത്ഥിച്ചാൽ. ബഹുമാന്യനായ കേരള നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷൻ ടി പി അബ്ദുൽ കോയ മദനിയെ കുറ്റം പറയുന്ന താങ്കൾ സഹായം ചോദിക്കലും സഹായം തേടലും തമ്മിലുള്ള വ്യത്യാസം കേരളത്തിലെ മുജാഹിദുകൾക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തൊലിപ്പുറത്ത് കടന്നുകൊണ്ട് പെയിന്റ് അടിച്ചാൽ പോരാ, വിഷയത്തിലേക്ക് കടന്നു വരണം താങ്കൾ. ഇവിടെ ചോദ്യം വളരെ കൃത്യമാണ്. കേരള ജമിയത്തുൽ ഉലമ ഈ വിഷയ സംബന്ധമായി എടുത്ത തീരുമാനം ഏത് മലയാളിയുടെയും ഏത് അറബിയുടെയും ഏത് മനുഷ്യന്റെയും മുമ്പിൽ വെക്കാവുന്നതാണ്. പ്രസക്ത ഭാഗം കേട്ടോളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് അവയുടെ കഴിവിൽപ്പെട്ടതോ അല്ലാത്തതോ ആയ സഹായം ചോദിക്കുന്നതും ശിർക്കും ഹറാമുമാണ്. ഇതാണ് ജമിയത്തുൽ ഉലമയുടെ തീരുമാനം. ഈ തീരുമാനം പ്രമാണത്തിനെതിരോ പ്രമാണത്തിന് അനുകൂലമോ? ബഹുമാന്യനായ ഹുസൈൻ സലഫി, താങ്കൾക്ക് വേദിയൊരുക്കി കൊടുക്കുന്ന, താങ്കൾക്ക് വേദിയൊരുക്കി തരുന്ന ആളുകളോട് താങ്കൾ പറയണം. കഴിഞ്ഞ മീറ്റിംഗിൽ താങ്കൾ പറഞ്ഞുവല്ലോ, അന്ന് രാത്രി എന്നെ ഒരാളും ഗുണ്ടായിസം കാണിച്ചിട്ടില്ല, ഒരാളും എന്നെ പീഡിപ്പിച്ചിട്ടില്ല, ഒരാളും എന്നെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് സത്യസന്ധമായ വാർത്ത താങ്കൾ പറഞ്ഞുവല്ലോ. പക്ഷേ താങ്കൾക്കറിയുമോ, ദിവസങ്ങളോളം ആ വിഷയത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തെ കുറ്റപ്പെടുത്തി സംസാരിച്ചതിൽ കെ സക്കരിയ മൗലവി വരെയുണ്ട്. അവരോട് താങ്കൾ എന്ത് പറയും? അതുപോലെ താങ്കൾ വ്യക്തമാക്കണം, ജമിയത്തുൽ ഉലമ എടുത്ത ഈ തീരുമാനം പ്രമാണബന്ധിതമാണോ അതല്ല പ്രമാണത്തിനെതിരായി വല്ലതും ഇതിലുണ്ടോ? ദീർഘമായി വശ്യതയോടെ ഇമ്പമാർന്ന സ്വരത്തിൽ ഈണത്തോടെ പ്രഭാഷണം നടത്തുന്ന അങ്ങ് കേരളത്തിലെ മുജാഹിദുകൾക്ക് പറഞ്ഞു കൊടുക്കണം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജിന്നും മലക്കും അഭൗതികമാണ്, അദൃശ്യമാണ്. അവയോടുള്ള സഹായം ചോദിക്കൽ കൊടുത്ത കഴിവിൽപ്പെട്ടതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഹറാമാണ്, ശിർക്കാണ്. ഇതാണ് മുജാഹിദുകളുടെ നിലപാട്. ഈ നിലപാട് താങ്കൾ അംഗീകരിക്കുമോ? അംഗീകരിക്കുമെങ്കിൽ താങ്കൾക്ക് വേദിയൊരുക്കി തന്ന വേദിയിൽ ഉറക്കെ പറയാൻ താങ്കൾ തയ്യാറാകുമോ? മറുപടി ആവശ്യമാണ്. അതുപോലെ യാ ഇബാദല്ലാഹ് എന്ന ഹദീസ്, ഞാൻ അതിലേക്ക് വന്നിട്ടില്ല, വരാൻ സമയം കിട്ടിയിട്ടില്ല. ആ ഹദീസിനെ കുറിച്ചുള്ള വാദെന്താ? ആ ഹദീസ് അനുസരിച്ച് 4 ഷർത്തോടു കൂടിയുള്ള ജിന്നിനോട് സഹായം ചോദിക്കൽ ഹറാമുമാണ്, വസീലത്ത് ശിർക്കുമാണ്, ശിർക്കാവുകയില്ല. ബഹുമാനപ്പെട്ട ഹുസൈൻ സലഫി, താങ്കൾക്ക് വിശദീകരിക്കാൻ സാധിക്കുമോ? ഇസ്ലാമിക ലോകത്ത് ഈ ഹദീസ് ചർച്ച ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു സലഫി സാലിഹ് ഈ വാദമനുസരിച്ച് ലാ ഇബാദല്ലാഹ് എന്ന ഹദീസിനെ കുറിച്ച് വിശദീകരിച്ചതായി തെളിയിക്കാൻ സാധിക്കുമോ താങ്കൾക്ക്? ലാ ഇബാദല്ലാഹ് എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അത് ഹറാമാണ്, വസീലത്ത് ശിർക്കാണ്. എന്നാൽ ശിർക്കാവുകയില്ല. ഹയ്യും ഹാദിറും ഖാദിറും മുസ്ലിമുമായ ജിന്നിനോടുള്ള സഹായ ചോദ്യം ഹറാമും വസീലത്ത് ശിർക്കുമാണ്, ശിർക്കാവുകയില്ല എന്ന് വിശദീകരിച്ച ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതനെ താങ്കൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ പറയണം താങ്കൾ. ഇല്ലെങ്കിൽ
ഇല്ലെങ്കിൽ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം. അത് തെറ്റാണ്, അത് തെറ്റാണ്. സക്കരിയ നീ തിരുത്തണം, ബാലുശ്ശേരിക്കാരാ നീ തിരുത്തണം, തിരുരങ്ങാടിക്കാരാ നീ തിരുത്തണം, ഫൈസൽ മുസ്ലിയാരെ തിരുത്തണം എന്ന് പറയാൻ തയ്യാറാവണം. അപ്പോഴാ മുജാഹിദാവുക. മുജാഹിദാവിന്റെ പ്രത്യേകത വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ എന്ന് ഉറക്കെ പറയാൻ കഴിയണം. അതാ മുജാഹിദ്. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുജാഹിദാണ്, ഞാൻ മുവഹിദാണ് എന്ന് ഉറക്കെ പറയാൻ കഴിയണം.